ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പലരും എന്നോട് ചോദിക്കാറുണ്ട്, സർ, ഒരു പെൺകുട്ടിക്ക് എന്നോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഒരാളെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. പെൺകുട്ടികൾക്ക് നിങ്ങളോട് ഒന്നും പറയാതെ തന്നെ അട്രാക്ഷൻ തോന്നാനുള്ള 5 ടിപ്സുകൾ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് പുതിയ ഡ്രസ്സ് തന്നെ ഇടണം എന്നുള്ളതല്ല പറയുന്നത്. ഇടുന്ന ഡ്രസ്സ് നന്നായിട്ട് നീറ്റായിരിക്കണം, അതുപോലെ തന്നെ അലക്കിയിരിക്കണം, പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് അയൺ ചെയ്ത് വൃത്തിക്ക് ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ്. അത് ഫാഷനായിട്ട് ധരിക്കാം, അല്ലാതെ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് എപ്പോഴാണെങ്കിലും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും അങ്ങനെ വെൽ ഡ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നും, നിങ്ങൾക്ക് കൂടുതൽ ലേഡീസിൻ്റെ അറ്റൻഷൻ കിട്ടും എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് അവരുടെ ഡിസിഷൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഡിസിഷൻസ് എന്ന് പറയുന്നത് അവർക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനായിരിക്കും ആഗ്രഹം, ചില ആളുകൾക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും, പാഷൻ ഉണ്ടായിരിക്കും. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ ഓരോന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരുടെ ഗോളിലോട്ട് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലാതെ അതിനെ നേരെ ഓപ്പോസ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അതത്ര നല്ല ജോലിയല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസും നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും പറഞ്ഞുകൊണ്ട് അവരെ അതിൽ നിന്നൊക്കെ പിന്മാറ്റുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റുക. അതിന് പകരം അവരുടെ ഡിസിഷൻസ് എന്താണോ അതിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, പിന്തുണ നൽകാൻ സാധിക്കും. അത് ഫിനാൻഷ്യലി ആണോ, മെൻ്റലി ആണോ, ഇമോഷണലി ആണോ, എങ്ങനെയാണ് നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കുക എങ്കിൽ അതുപോലെ സഹായിക്കുകയാണെങ്കിൽ അത് വളരെയധികം നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നും. ഇനി ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് സ്പെൻഡ് മണി ഫോർ ഫാഷൻ എന്നുള്ളതാണ്. അഥവാ കൂടുതൽ ഫാഷനബിൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുക. അത് ഫിറ്റ്നസ്സിനാവാം, ഹെൽത്ത് ക്ലബിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ പുതിയ പുതിയ കോസ്റ്റ്യൂംസ് എടുക്കുന്നതിനാവാം, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനാവാം. അങ്ങനെ നിങ്ങൾ ഫാഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഒഴിവ് കഴിവുകളൊന്നും പറയാതിരിക്കുക. എന്ത് പറഞ്ഞാലും ഒരു എക്സ്ക്യൂസ് പറയുക. അപ്പോൾ നിങ്ങളോടൊരു സജഷൻ പറയുകയാണ്, നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കിക്കൂടെ. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കാം, ഇല്ല അതിനെനിക്ക് കഴിവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് പറ്റില്ല ഇതുകൊണ്ട് പറ്റില്ല, ഒരുപാട് എക്സ്ക്യൂസസുകൾ പറയുക. എന്ത് കാരണം അല്ലെങ്കിൽ എന്ത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഒരുപാട് എക്സ്ക്യൂസസുകൾ പറയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ എക്സ്ക്യൂസ് പറയാതിരിക്കുക, ഒരുപാട് പരാതികൾ പറയാതിരിക്കുക. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കുക. പരാതി മീൻസ് കംപ്ലയിൻസ്. ഓരോ വ്യക്തികളെ കുറിച്ച് കംപ്ലയിൻസ് പറയുക. അച്ഛൻ അങ്ങനെയാണ്, അമ്മ എങ്ങനെയാണ്, എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെയാണ്, എല്ലാവരെ കുറിച്ചും കുറ്റവും പറയുക. ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ആളെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എക്സ്ക്യൂസ് പറയാതിരിക്കുക, കംപ്ലയിൻസ് പറയാതിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വിഷയത്തെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവ് വശം ആദ്യം പറയുക, നെഗറ്റീവ് വശം പിന്നീട് പറയുക. രണ്ടും പോസിറ്റീവ് മാത്രം പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഡേഞ്ചറായിട്ട് വരും. അപ്പോൾ പോസിറ്റീവ് വശം എപ്പോഴും എന്തിൻ്റെയും ആദ്യം കാണുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ അയാൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് അങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്, തോട്ട് മാസ്റ്ററി എന്ന് പറയുന്നത്. നിങ്ങളെ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആക്കും, നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആയിരിക്കും, നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിങ്ങൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. എപ്പോഴും എനർജി ഇല്ലാത്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിൽക്കരുത്.
പല ആളുകളോടും നമുക്ക് സംസാരിക്കുമ്പോൾ അവരിൽ നിന്നൊരു എനർജി കിട്ടും അല്ലേ. ചിലപ്പോൾ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വൈബ്രേഷനാണ് കിട്ടുക. കാരണം എന്താ, അവരുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. അതിൻ്റെ വൈബ്രേഷൻ ഓറയിലൂടെ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ചില ആളുകളോട് ഇടപെടുന്ന സമയത്ത് നല്ല എനർജി കിട്ടും അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ആ ബോഡി ലാംഗ്വേജിൽ കാണും. എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗേൾസിന് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എനർജറ്റിക് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 7 എനർജി സെൻറ്റേഴ്സും വളരെയധികം ആക്റ്റീവ് ആയിട്ടിരിക്കണം. അങ്ങനെ ആ 7 എനർജി സെൻറ്റേഴ്സിനെയും ആക്റ്റീവ് ആക്കാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് എനർജി വൈബ്സ് എന്ന് പറയുന്ന കോഴ്സ്. ആ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 7 days കോഴ്സാണ്. ചെറിയൊരു എമൗണ്ട് മാത്രമേ ഫീ വരുന്നുള്ളൂ. താല്പര്യമുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്നും പറയാതെ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഒരു താല്പര്യം തോന്നും, ഇഷ്ടം തോന്നും എന്നുള്ളതാണ്. സോ അങ്ങനെ അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞിട്ടുള്ള ടിപ്സുകളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ താങ്ക് യു, നമസ്തേ.